ഗുഡ് ഈവനിങ് ആണോ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ മാർക്കറ്റ്? നല്ല രീതിയിലുള്ള ഒരു റാലി ഇന്ന് മാർക്കറ്റ് തന്നിട്ടുണ്ടായിരുന്നു അല്ലെ. ഏകദേശം 900 പോയിന്റ്സ് അടുത്ത് ബാങ്ക് നിഫ്റ്റി നല്ല രീതിയിലുള്ള പുഷ് തന്നിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലെ. അടുത്തത് എന്താണ്? ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്യും അല്ലെ? ഇങ്ങനത്തെ കുറെ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എല്ലാവരും ഉള്ളിൽ ഉണ്ടാവും അല്ലെ. ഇത് കംപ്ലീറ്റ്ലി നമ്മൾ വീക്കിലി PNL സെക്ഷൻ്റെ ഒപ്പം തന്നെ വീക്കിലി നമ്മൾ അനാലിസിസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് അറിയില്ല. കണ്ടിട്ടില്ലാത്തവരെന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ കയറി ആ വീക്കിലി അനാലിസിസ് നിങ്ങളൊന്ന് കാണാം. കാരണം നമ്മൾ ഈ ഒരു കണ്ടീഷൻസ് എല്ലാം നിഫ്റ്റിയുടെ ആണെങ്കിലും ബാങ്ക് നിഫ്റ്റിയുടെ ആണെങ്കിലും കറണ്ട്ലി ഈ ലെവൽസ് മേജറായിട്ട് മാർക്കറ്റിലുള്ള ലെവൽസ് കാര്യങ്ങൾ പ്ലോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പ്രോപ്പറായിട്ടുള്ള പ്ലാൻസ് നമ്മൾ ഡെയിലി പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ തന്നെയാണ് മാർക്കറ്റിൽ നിന്ന് വന്നിട്ടുള്ളത് അല്ലേ. സോ അതുപോലെ തന്നെ ഇന്നലെ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് കുറച്ച് ലെവൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ലെവൽസിലൊക്കെ പ്രോപ്പർ റീടെസ്റ്റ് മാർക്കറ്റ് തന്നു, പ്രോപ്പർ ബ്രേക്ക്ഔട്ട് മാർക്കറ്റ് തന്നു. നല്ല രീതിയിലുള്ള റാലി അല്ലേ. നല്ല ബ്രേക്ക്ഔട്ട് റേറ്റ്സ് എടുത്ത ആളുകൾക്ക് ഇന്ന് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മുടെ ലെവൽസിൽ നിന്ന് കിട്ടാം. നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽസിലൊക്കെ ബ്രേക്ക്ഔട്ട് എടുത്തിട്ടുള്ളവർക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ കമൻ്റ് ആയിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യണം. എന്താണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്താണെന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ ആ ഒരു കമൻസ് ഒക്കെ വയ്ക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ മാർക്കറ്റ് ഇന്ന് വളരെയധികം മൂവ് ചെയ്തു അല്ലെ. നല്ല രീതിയിൽ അഗ്രസീവായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഏറ്റവും കൂടുതൽ എക്സ്പെക്റ്റേഷൻ ഓപ്ഷൻ ബൈ ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവുന്നത് ഈ ഒരു മാർക്കറ്റിലാണ്. ഈ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്തിട്ടാണ് ബൈയേഴ്സ് എല്ലാ ദിവസവും മാർക്കറ്റിലേക്ക് വരും. ഇങ്ങനത്തെ ഒരു മാർക്കറ്റ് എപ്പോഴെങ്കിലും കിട്ടിയതെങ്കിൽ ഞാൻ പ്രോഫിറ്റബിൾ ആവും, ആ ഒരു മാർക്കറ്റ് കൊണ്ട് ഞാൻ നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്ത് നല്ല രീതിയിൽ എനിക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. എപ്പോഴും എല്ലാവരും മൈൻഡ് സെറ്റിലുള്ള ഒരു കാര്യമാണ് ഇന്ന് നടന്നിട്ടുള്ളത് അല്ലേ. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിന്റെ കണ്ടീഷൻസ് ആണ്. മനസ്സിലായോ? കണ്ടീഷൻസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു 3 ടൈപ്പ് ഓഫ് കണ്ടീഷൻസ് ഉണ്ട് അല്ലേ. ഒന്നെന്താണ്, അപ്പ് സൈഡിലേക്ക് പോവാം, ഡൗൺ സൈഡിലേക്ക് പോവാം, സൈഡ് വേസ് ആവാം അല്ലേ. സോ ഈ അപ്പ് സൈഡിലേക്ക് പോകുന്നതിലും ഡൗൺ സൈഡിലേക്ക് പോകുന്നതിലും തന്നെ 2 കണ്ടീഷൻസ് വേറെയുണ്ട്. ഒന്നെന്താണ്, എക്സ്ട്രീംലി ബുള്ളിഷ് ആയിരിക്കും മാർക്കറ്റ്. ഇന്നത്തെ കണ്ടീഷൻ എന്താണ്, എക്സ്ട്രീംലി മാർക്കറ്റ് ബുള്ളിഷാണ്. മനസ്സിലായോ? അല്ലെങ്കിൽ എന്താണ്, മാർക്കറ്റ് മോഡറേറ്റ്ലി ബുള്ളിഷ് ആയിരിക്കും. ഏകദേശം മാർക്കറ്റ് വലിയ ബുള്ളിഷാണോ, ബുള്ളിഷാണ്, എന്നാൽ ഭയങ്കര വലിയൊരു മൊമെന്റം മാർക്കറ്റ് തരുന്നില്ല. കറക്റ്റായിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ഫോളോ ചെയ്ത് പോകുന്ന കണ്ടീഷൻസ് നമുക്ക് കാണാൻ വേണ്ടി വരും. പക്ഷെ ഇന്നത്തെ കണ്ടീഷനിൽ മാർക്കറ്റ് എക്സ്ട്രീംലി ബുള്ളിഷ് ആയി. അതുപോലെ തന്നെ ബെയറിഷ് ആയിട്ടുള്ള സിനാരിയോ നോക്കിയാലും എക്സ്ട്രീംലി ബെയറിഷ് ആയിട്ടുള്ള കണ്ടീഷൻ ഉണ്ട്. അതുപോലെ വളരെ പതിയെ മാർക്കറ്റ് ബെയറിഷ് ആയിട്ട് പോകുന്ന കണ്ടീഷൻസ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് വരും. സോ എപ്പോഴും ഉള്ളൊരു കാര്യമാണോ എക്സ്ട്രീംലി ബുള്ളിഷ്? അല്ല. സോ അതിന്റെ റിയാലിറ്റി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാരണം ഇന്ന് മാർക്കറ്റ് കണ്ടിട്ടുള്ള എക്സ്ട്രീംലി മാർക്കറ്റ് ബുള്ളിഷ് ആയിരുന്നു. ഇത് എന്നും മാർക്കറ്റിൽ നടക്കുന്നതല്ല അല്ലേ. ഒരു 6 മന്തിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 1 2 3 അല്ലെ 3 ടൈംസ് ഒക്കെ ആയിരിക്കും നമുക്ക് ഇത് ഏകദേശം കാണാൻ വേണ്ടിയിട്ട് പറ്റുക. സോ ഇതൊരു എക്സ്പെക്ടേഷനിലേക്ക് എല്ലാവരും എടുത്ത് വെക്കുക, അത് മാറ്റി വെക്കുക. മനസ്സിലാവും? എക്സ്പെക്ടേഷനിൽ നിന്ന് ഈ കാര്യത്തിന് ഒഴിവാക്കി വെച്ചേക്കുക. നാളെ ട്രേഡ് ചെയ്യുമ്പോൾ ഈ ഒരു എക്സ്പെക്ടേഷനിലേക്ക് ഒരാളും പോകരുത്. കാരണം എന്താണ്, ഈ ഒരു എക്സ്പെക്ടേഷനിലേക്ക് പോയാൽ പ്രോഫിറ്റ് ബുക്കിംഗ് ഒരു പ്രശ്നം ഉണ്ടാവും. നിങ്ങൾക്ക് ഓവർ ട്രേഡിങ് വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. കാരണം ഇന്നലെ 900 മുന്നിൽ മൂവ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇന്ത്യ വിക്സ് ഓൾറെഡി കൂടുതലാണ്, വോളറ്റൈൽ ആയിട്ടുള്ള മാർക്കറ്റാണ്. മാർക്കറ്റ് നല്ല രീതിയിലുള്ള മൂവ്മെന്റും തരും. ഇങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ടാവും. സോ നിങ്ങൾ എന്നും ആലോചിക്കേണ്ടത് ഈ പറയുന്ന കണ്ടീഷൻ എന്നും ഉണ്ടാവില്ല. അത് നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ ഇപ്പോഴേ വെച്ചേക്കാം. നാളെ ഫ്രഷ് മൈൻഡ് സെറ്റിൽ തന്നെ ട്രേഡിലേക്ക് വരാം. പ്രോപ്പർ പ്ലാൻസ് നോക്കുക. പ്ലാൻസിൽ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുക, നിങ്ങളുടെ എൻട്രി ക്രൈറ്റീരിയ നിങ്ങൾ എക്സിക്യൂട്ട് ചെയ്യാൻ നോക്കുക. മനസ്സിലായോ? സോ ഇന്ന് മാർക്കറ്റ് എന്ത് ചെയ്തു, എവിടെയാണ് ഓപ്പർച്യൂണിറ്റി, എന്തൊക്കെ മാർക്കറ്റിൽ നടന്നു, എവിടെയെങ്കിലും ട്രേഡ് സെറ്റപ്പുകൾ ഉണ്ടോ അല്ലെ. നമ്മൾ കഴിഞ്ഞ ദിവസം ഓരോ ദിവസങ്ങളിൽ നമ്മൾ ഓരോ ലെസൺ പഠിക്കുന്ന പോലെ ഓരോ ദിവസത്തിൽ ഓരോ എൻട്രീസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ ഇതേപോലെ മാർക്കറ്റ് റാലി ചെയ്യുന്ന സമയത്ത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന മെത്തേഡ് എന്തായിരിക്കും എന്നുള്ള എല്ലാവർക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും അല്ലെ. ഇപ്പൊ ഇങ്ങനത്തെ കണ്ടീഷനിൽ എന്താ ചെയ്യാം? നോർമലി നമ്മൾ എപ്പോഴും നോക്കേണ്ടത് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന കണ്ടീഷൻ ഏതാണ്? കൂടുതലും മാർക്കറ്റ് സൈഡ് വേസ് ആണ്. അതിനുശേഷം മാർക്കറ്റ് സ്ലൈറ്റ്ലി അല്ലെ ചെറിയൊരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെന്റ് മാർക്കറ്റിൽ ഉണ്ടാവും. പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള കേസാണ്. എക്സ്ട്രീം ആയിട്ടുള്ള കേസ് നമുക്ക് എപ്പോഴും ഉണ്ടാവുന്ന കാര്യമില്ല. സോ അതുകൊണ്ട് തന്നെ അതിൽ ഉപയോഗിക്കുന്ന മെത്തേഡ് എല്ലാ ദിവസത്തിലും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് കാര്യമില്ല അല്ലെ. അപ്പോൾ കുറച്ച് നല്ല രീതിയിൽ ബുള്ളിഷ് ആയിട്ട് പോകുന്ന ഒരു മാർക്കറ്റ് ആണെങ്കിൽ അല്ലെ, ഒരു ആവറേജ് റേഞ്ചിലൊക്കെ നല്ലൊരു ബുള്ളിഷ് മൂവ്മെന്റ് മാർക്കറ്റ് കൊണ്ടുപോകുന്നുണ്ട്, സ്ട്രക്ചറൊക്കെ ഫോളോ ചെയ്ത് മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ ആ ഒരു അതിൽ അപ്ലൈ ചെയ്യുന്ന മെത്തേഡ് വേണം നമ്മൾ ഫോളോ ചെയ്യാൻ. എക്സ്ട്രീംലി ബുള്ളിഷ് ആയിട്ടുള്ള മെത്തേഡ് നമ്മൾ ഒരിക്കലും തീരുന്നത് എല്ലാ ദിവസവും ഫോളോ ചെയ്തിട്ട് കാര്യമില്ല. എന്തെങ്കിലും ഇവന്റ് കാര്യങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും റിസൾട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതൊക്കെ നോക്കിയാൽ മതി. സോ പ്രീവിയസ് നമുക്ക് പിന്നെ എന്താ വരാൻ പോണേ, എലക്ഷൻ വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഈ സെയിം രീതിയിലുള്ള റിയാക്ഷൻ വേണമെങ്കിൽ കാണാതിരിക്കാം അല്ലെ. അത് ഡിപ്പെൻസ് ഓൺ മാർക്കറ്റ് കണ്ടീഷൻ ആണ്. സോ അതിലേക്ക് നമ്മൾ ഇപ്പോഴേ ഹോൾഡ് ചെയ്ത് വെക്കുക ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ഡിസിഷൻ എടുക്കേണ്ട കാര്യമാണ്. മാർക്കറ്റാണ്, സോ എന്തും സംഭവിക്കാം. ഓക്കെ, ഇനി അധികം പറഞ്ഞ് വലിച്ചിട്ടുള്ള നേരെ വീഡിയോയിലേക്ക് വരാം. വാ. ഇന്ന് മാർക്കറ്റ് കറണ്ട്ലി
ഓപ്പൺ ചെയ്തിട്ടുള്ളത് എവിടെയാണ്? ഈ ഒരു സോണിൽ അല്ലേ. നമ്മൾ പ്രീവിയസ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്യാം. യെസ്, ലെവൽസ് ഒക്കെ ഒന്ന് നമുക്ക് മാറ്റാം. ഇന്നത്തെ മാർക്കറ്റിൽ നമ്മൾ അനലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ലെവൽസ് ഒക്കെ ഒന്ന് മാറ്റാം. ഓക്കെ ഫൈൻ. സോ ഇന്ന് മാർക്കറ്റ് വളരെ അഗ്രസീവ്. നിങ്ങൾ നോക്കിക്കേ, 15 മിനിറ്റിലൊരു റീടെസ്റ്റ് മാർക്കറ്റ് എവിടെയെങ്കിലും തന്നിട്ടുണ്ടാവും ഇല്ല അല്ലേ. ത്രൂ ഔട്ട് മാർക്കറ്റ് ബുള്ളിഷ് ആണ്. അപ്പോൾ ഇതിൽ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സിൻ്റെ ഡേ ആണ് അല്ലേ. ത്രൂ ഔട്ട് ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് ഇന്നായിരിക്കും SL ഇല്ലാത്ത മാർക്കറ്റ് ഉണ്ടാവുക അല്ലേ. അല്ലെങ്കിൽ റീടെസ്റ്റിലൊക്കെ അവർക്ക് SL ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാവും. സോ ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സിൻ്റെ ഒരു ദിവസമായിരുന്നു ഇന്ന്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി നമ്മളുടെ ട്രേഡ് സെറ്റപ്പ് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ കാണിച്ചു തരാം നമ്മൾ എവിടെയാണ്. ഇതിൽ എങ്ങനെയാണ് ട്രേഡ്സ് നമുക്ക് നോക്കാന്നുള്ള ഒരു മുമ്പോട്ട് നോക്കാം. കണ്ടോ, ഈ ഒരു സോണിൽ നിന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഈ ഒരു ഹൈ. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് ഓർക്കണ്ടോ? കാണാത്തവർ നമ്മുടെ വീഡിയോ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഞാൻ ഒന്നും കൂടെ അതിലേക്ക് പ്ലാൻസിലേക്ക് ഒന്ന് പോവാം. ഇന്നലെ മാർക്കറ്റ് എൻഡ് ചെയ്തത് എവിടെയാണ്? യെസ്, ഇവിടെയാണ് ഇന്നലെ മാർക്കറ്റ് എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് എവിടെയായിരുന്നു അല്ലേ. സോ മാർക്കറ്റിന്റെ 2 ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ഒന്ന് മാർക്കറ്റ് ഈ ഒരു സോൺ അല്ലേ, ഈ ഒരു 2 ലെവൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഈ ലെവലിനെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് പോകാൻ പോസിബിലിറ്റിയുള്ള അടുത്ത ലെവൽ ഏതാ നമ്മൾ പറഞ്ഞേ? യെസ്, ഈ ഒരു സോൺ അല്ലേ. ഇതെന്താ? പ്രീവിയസ് ഇന്നലത്തെ ദിവസത്തെ ഹൈ. അതുമാത്രമല്ല 1 അവറിനെ നോക്കുകയാണെങ്കിൽ ഈ ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെന്റം വന്നിട്ടുള്ളത് ഈ ഒരു ഹൈയിലേക്കാണ്. സോ എഗെയിൻ നമുക്ക് ആ ഒരു ഹൈ ടാർഗറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഇവിടം വരെ നിങ്ങൾക്ക് ഫസ്റ്റ് ബ്രേക്ക് ഔട്ട് നോക്കുന്നവർക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സോണിൽ നിന്നും ബ്രേക്ക് ചെയ്താൽ ഇങ്ങോട്ടേക്ക് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാവുന്നതാണ്. ഈ 2 സോണിനുള്ളിൽ എന്താണ് എൻട്രി എടുക്കുന്നത്? മേ ബി ഇവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ പോസിബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഇവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുമ്പോൾ ഈ ഒരു സോണിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ഏകദേശം 300 പോയിന്റ്സ് മാർക്കറ്റിലുണ്ട്. സോ അതുകൂടാതെ നമുക്ക് ഈ ഒരു പ്ലാൻ നിങ്ങൾക്ക് അറിയാലോ, ഈ ഒരു ലെവൽ ഏതാണെന്ന് അറിയാലോ. ഇതും നമ്മൾ മാർക്ക് ചെയ്താണ് 500. ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അഗെയിൻ കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉള്ള മേജർ സോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സോണാണ്. സോ ഇത് ഏത് സോണാണ് ഒന്ന് പറഞ്ഞുതരാം. യെസ്, മാർക്കറ്റിൽ 1 അവറിലേക്ക് നമുക്ക് പോവാം. സോ മാർക്കറ്റ് ടോട്ടലി താഴേക്ക് ഡെയിലി വന്നിട്ടുള്ള ഒരു മൊമെന്റം ഉണ്ട് അല്ലേ. ഇവിടെ ത്രൂ ഔട്ട് മാർക്കറ്റ് താഴെ വന്നിട്ടുണ്ട്. സോ അതിൻ്റെ ഒരു ഇക്വിലിബ്രിയം ആണ് മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നോക്കിയിട്ടുള്ളത്. കണ്ടോ? യെസ്, ഈ ലെവൽസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയം ആണ്. ഈ ഒരു ഹൈ ടു ലോ കണ്ടോ, പ്രോപ്പറായിട്ട് അതിൻ്റെ ഒരു 50% സോണാണ്. അതിലേക്കാണ് നമ്മൾ പറഞ്ഞത്. സോ എഗെയിൻ അവിടെ നിന്ന് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിന്റെ അടുത്തൊരു റിവേഴ്സൽ അല്ലെങ്കിൽ അടുത്തൊരു സോൺ, മേജർ സോൺ എന്ന് പറഞ്ഞാൽ എനിക്കറിയാലോ ഈ ഇൻസൈഡ് ബാർ വന്നിട്ടുള്ള സോണാണ്. നമ്മൾ ഓൾറെഡി അത് വീക്കിലി സെക്ഷനിൽ ഡിസ്കസ് ചെയ്ത ഒരു കാര്യമാണ് അല്ലേ. അപ്പോൾ അത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. സോ അത് ആണ് അടുത്തൊരു ലെവൽ എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ, ഇവിടെ ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെന്റ് മാർക്കറ്റിലുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞൊരു കാര്യം എന്താണ്, മാർക്കറ്റ് ഫോളോ ചെയ്യുന്ന പ്രൈസ് ആക്ഷൻ എപ്പോഴും ബാലൻസ്ഡ് പ്രൈസ് ആക്ഷൻ ആണ്. ഇവിടെ ഭയങ്കര ഇംബാലൻസ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്തിട്ടുള്ളത്. സോ അത് ഫില്ല് ചെയ്യാനുള്ള പോസിബിലിറ്റി സ്ട്രക്ചറിനുള്ളിലാണെങ്കിൽ, ഡയറക്ഷനുള്ളിലാണെങ്കിൽ മാർക്കറ്റ് ഉണ്ടാവും. സോ ഇവിടേക്ക് ഒരു ഇംബാലൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുമെന്ന് പറഞ്ഞാൽ നോക്കിയിരിക്കേണ്ട ആവശ്യമില്ല. കറന്റ്ലി മാർക്കറ്റ് കൊണ്ടുപോകുന്ന ആ ഒരു സ്ട്രക്ചർ എവിടെയാണ് അതിനുള്ളിലാണെങ്കിൽ ഹൈ ചാൻസസ് ഉണ്ട്. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം. കണ്ടോ, ഇവിടെ ഒരു ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തു. സോ അത് മാർക്കറ്റ് ടേക്ക് ചെയ്തിട്ടാണ് അടുത്തൊരു പുഷ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഇപ്പോൾ എല്ലായിടത്തും മാർക്കറ്റ് ഇങ്ങനത്തെ ബാലൻസ്ഡ് ആയിട്ടാണ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത് പോകണം. ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാലൻസ്ഡ് ആക്കിയിട്ടാണ് പോകുന്നത്. സോ അതുപോലെ തന്നെ ഈ ഒരു ഓർഡർ ബ്ലോക്ക് ചെയ്താണ് മാർക്കറ്റ് പുഷ് ചെയ്തിട്ടുള്ളത്. ഇത്ര അഗ്രസീവ് ആയിട്ടുള്ള മൊമെന്റം താഴേക്ക് ത്രൂ ഔട്ട് തന്നിട്ടുള്ളത്. സോ എങ്ങനെ അതൊരു കണ്ടിന്യൂഷൻ ഉണ്ടാവാനുള്ള പോസിബിലിറ്റി അവിടെ നിന്ന് ഉണ്ടാവാം. പക്ഷെ നമുക്ക് കൺഫർമേഷൻ നോക്കണോണ്ട് പ്രശ്നമില്ല അല്ലേ. നമുക്ക് എൻട്രി കിട്ടിയില്ല എങ്കിലുള്ളൂ, നമുക്ക് SL ചാൻസ് വളരെ കുറവാണ് അല്ലേ. സോ ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടീഷൻ. സോ ഇവിടെയും മാർക്കറ്റ് ബ്രേക്ക് ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നു. ഈ ഒരു സോണിലേക്ക് നമുക്ക് ടാർഗറ്റ് ചെയ്യാം. കണ്ടോ, ഈ 48,884 നമുക്ക് ടാർഗറ്റ് ചെയ്യാം എന്നുള്ളത് ഇന്നലെ നമ്മളിത് ഓൾമോസ്റ്റ് ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലേ. കാണാത്തവർ ആ വീഡിയോ കണ്ടാൽ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. സോ ഇനി നമുക്ക് നേരെ ഇന്നത്തെ കണ്ടീഷനിലേക്ക് പോവാം. നേരെ ഞാൻ 1 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്തിട്ടുണ്ട്. സോ 1 മിനിറ്റിൽ മാർക്കറ്റ് ഇന്ന് എന്തൊക്കെയാണ് ചെയ്തത്, നമ്മളുടെ ലെവൽസിൽ മാർക്കറ്റ് എങ്ങനെയാണ് റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കാം. മാർക്കറ്റ് പ്രോപ്പറായിട്ട് കണ്ടോ ഈ ലെവലിൽ നിന്നും ബ്രേക്ക് ചെയ്തു. ഇവിടെ ടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴേക്ക് വന്നു അല്ലേ. അപ്പോഴും മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, മാർക്കറ്റ് സ്ട്രക്ചറിൽ നിന്ന് ഒരു രീതിയിലും ബ്രേക്ക് ചെയ്തിട്ടില്ല. ത്രൂ ഔട്ട് ബുള്ളിഷ് എഗെയിൻ മാർക്കറ്റ് നമ്മുടെ രണ്ടാമത്തെ ലെവൽ ഇവിടെ നിന്നാണല്ലേ നമ്മൾ പറഞ്ഞ ഈ ഒരു സോണിലേക്കുള്ള കണ്ടീഷൻ. സോ നിങ്ങൾ നോക്കിക്കേ, ബ്രേക്ക് ചെയ്തു. മാർക്കറ്റ് പ്രോപ്പർ നമ്മൾ പറഞ്ഞാൽ ലെവലിൽ തന്നെ മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തോ. പ്രോപ്പറായിട്ട് മാർക്കറ്റ് ആ ഒരു ലെവലിൽ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, റീടെസ്റ്റ് തന്നിട്ടുണ്ട്. ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സ് ആണെങ്കിലും അവർക്ക് ബ്രേക്ക് ഔട്ടിൽ നല്ലൊരു
മൊമെന്റം കണ്ടോ, ഈ ഒരു മൊമെന്റം 72 പോയിന്റ്സ് ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. സോ അവിടെ നിന്ന് ത്രൂട്ട് ഹോൾഡ് ചെയ്തവർക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന നമ്മളെ പ്രീവിയസ് ഡേയുടെ ഹൈ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് ഡെയിലി ടൈം ഫ്രെയിമിന്റെ മൊമെന്റം കൂടിയാണ് അല്ലേ. സോ ഇങ്ങോട്ടേക്കാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ മാർക്കറ്റ് ത്രൂ ഔട്ടേക്ക് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് പുഷ് ചെയ്ത് വന്നിട്ടുണ്ട് അല്ലേ. ത്രൂ ഔട്ട് മാർക്കറ്റ് മേളിലേക്ക് വന്നിട്ടുണ്ട്. സോ അതിനുശേഷം നമ്മൾ പറഞ്ഞ ലെവൽ ഏതാണ്, ഈ ഒരു ലെവൽ അല്ലേ. സോ ഇവിടെ മാർക്കറ്റ് ഗെയിൻ ഇവിടെ നിന്ന് നല്ല അഗ്രസീവ് ആയിട്ട് നോക്കി നല്ല സ്ട്രോങ് ക്യാൻഡിലാണ് മാർക്കറ്റിൽ ഇവിടെ വന്നിട്ടുള്ളത് അല്ലേ. ഗെയിൻ മാർക്കറ്റ് എന്ത് ചെയ്തു, യെസ് ഇവിടെ നോക്കിക്കേ, നമ്മൾ പറയുന്ന ലെവൽസിലേക്ക് മാർക്കറ്റ് റീടെസ്റ്റ് തരുന്നുണ്ടോ, യെസ് പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ടും തന്നു, പ്രോപ്പറായിട്ട് അതിൽ റീടെസ്റ്റും തന്നു. സോ നമ്മൾ ഇന്ന് പറഞ്ഞ വേറൊരു കാര്യം എന്താണ്, ഇംപാലൻസ് കണ്ടോ, ഈ ഒരു ലോവർ ടൈം ഫ്രെയിമിൽ പോലും മാർക്കറ്റ് ഉണ്ടാക്കുന്ന ഇംപാലൻസ് മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ടേക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരാളെ നിങ്ങൾ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമല്ലേ. സോ എപ്പോഴും എല്ലായിടത്തും പോയി നോട്ട് ചെയ്ത് വെക്കാനല്ല, മാർക്കറ്റിന്റെ സ്ട്രക്ചർ ബ്രേക്ക് ചെയ്തു കണ്ടോ, ഇവിടെ മാർക്കറ്റ് ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ തന്ന സമയത്ത് ഇവിടെ ഒരു ഇംപാലൻസ് ഉണ്ടായിരുന്നു. സോ മാർക്കറ്റ് അഗെയിൻ പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു അല്ലേ, പുതിയൊരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, തിരിച്ച് മാർക്കറ്റ് ആ ഒരു ഇംപാലൻസ് ടേക്ക് ചെയ്തു. എഗെയിൻ മാർക്കറ്റ് കണ്ടിന്യൂഷൻ കണ്ടോ, യെസ് എഗെയിൻ മാർക്കറ്റ് പിന്നെ ത്രൂ ഔട്ട് മാർക്കറ്റ് കറക്റ്റീവായിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ, യെസ് എഗെയിൻ മാർക്കറ്റ് നമ്മൾ പറഞ്ഞ അടുത്ത ലെവലിലേക്ക് വന്നോ, യെസ് പ്രോപ്പറായിട്ട് നമ്മളുടെ 50 മിറ്റിഗേഷൻ സോണിലേക്ക് മാർക്കറ്റ് എത്തി. അവിടെ എത്തിയപ്പോൾ റിയാക്ഷൻ നോക്കുകയും, ഇത് ഞാനിപ്പോൾ വരച്ചിട്ടാണോ അല്ലേ, ഇന്നലെ വരച്ചിട്ട ലെവൽസ് അല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നിങ്ങൾ എല്ലാവരും പ്ലോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്രേക്ക് ഔട്ട് ട്രേഡേഴ്സിന് നല്ലൊരു ട്രേഡ്സും റീടെസ്റ്റും ഇതിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റി കണ്ടോ. എഗെയിൻ മാർക്കറ്റ് അവിടെ ഒന്ന് റീടെസ്റ്റ് ചെയ്തതായിട്ട് കാണാം. 1 മിനിറ്റ് ആട്ടോ നമ്മളിപ്പോൾ നോക്കണേ. യെസ് എഗെയിൻ മാർക്കറ്റ് കണ്ടോ ബ്രേക്ക് ചെയ്തു, ടെസ്റ്റ് ചെയ്തു, എഗെയിൻ കണ്ടിന്യൂഷൻ കണ്ടോ. യെസ് ത്രൂ ഔട്ട് മാർക്കറ്റിൽ നിന്ന് സ്ട്രോങ് ആയിട്ട് തന്നെയാണ് പോയിട്ടുള്ളത്. എഗെയിൻ നിങ്ങൾ നോക്കിയേ കണ്ടോ, ത്രൂ ഔട്ട് മാർക്കറ്റ് ഇവിടെയാണ് എനിക്ക് തോന്നുന്നു നമ്മൾ റിവേഴ്സൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു റീട്രേസ്മെന്റ് വേണമല്ലോ അല്ലേ, മാർക്കറ്റിൽ റീട്രേസ്മെന്റ് വേണം. അതിനുശേഷം പ്ലാൻസ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീട്രേസ്മെന്റ് മാർക്കറ്റ് തരണ്ടേ, ഇവിടെ മാർക്കറ്റ് യാതൊരു റീട്രേസ്മെന്റ് തരേണ്ട, ത്രൂ ഔട്ട് മാർക്കറ്റ് മുകളിലേക്ക് പോയേക്കാം. സോ മേജറായിട്ട് ആ 50% സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഇക്വിലിബ്രിയം അവിടെ തന്നെ മാർക്കറ്റ് വന്ന് റിയാക്ട് ചെയ്ത് കണ്ടോ. യെസ് സോ അവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റ് വന്നു, റിയാക്ട് ചെയ്തു, ടാപ്പ് ചെയ്തു, എഗെയിൻ കണ്ടിന്യൂഷൻ ആണ് മാർക്കറ്റിൽ തന്നിട്ടുള്ളത് അല്ലേ. നോക്കി യെസ് അങ്ങനെ ഫൈനലി നമ്മുടെ മേജർ ആയിട്ടുള്ള സോണിന്റെ അടുത്തേക്ക് മാർക്കറ്റ് എത്താറായിട്ടുണ്ട് അല്ലേ. ഫൈൻ. സോ ത്രൂ ഔട്ട് മാർക്കറ്റ് അവിടെ വന്ന് ഇങ്ങനെ എന്ത് ചെയ്തു, ലാസ്റ്റ് ബ്രേക്ക് ചെയ്തോ, യെസ് അവിടെ മാർക്കറ്റ് ഒരു ഹൈയും കൂടെ ക്രിയേറ്റ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് നിൽക്കുകയാണ് കണ്ടോ. 1 മിനിറ്റിന്റെ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടോ എന്നുള്ളത് ക്യാൻഡിലിന്റെ ക്ലോസ് വെച്ച് നമുക്ക് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഇതാണ് മാർക്കറ്റിന്റെ ലോ എന്ന് പറഞ്ഞാൽ. സോ ഇവിടെ എന്താണ് പ്രോപ്പറായിട്ട് നമ്മൾ പറഞ്ഞ പ്ലാനിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. സോ ഇതേപോലത്തെ റെയർ കണ്ടീഷൻ ആട്ടോ നമ്മൾ ഈ പ്ലാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞേക്കണ കാര്യം, ഈ പ്ലാൻ ഇതാണ് ഇവിടെ വരും എന്ന് വലിയ സംഭവമായിട്ട് പറയണില്ല. സോ എന്താണോ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, സ്ട്രക്ചർ എന്താണോ കാണിച്ചു തരുന്നത് അതാണ് നമ്മൾ എല്ലാ ദിവസവും ഡിസ്കസ് ചെയ്യണത്, മനസ്സിലായോ. അല്ലാതെ ഞാൻ പറഞ്ഞുകൊണ്ട് മാർക്കറ്റ് ഇവിടെ പോയി അങ്ങനെയല്ല. നമ്മൾ എന്താണോ പഠിച്ചിട്ടുള്ളത് നമ്മുടെ സ്റ്റഡീസ് പ്രോപ്പറായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ 100% സ്ട്രാറ്റജീസ് നോക്കി നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ പഠിക്കേണ്ട കാര്യം മാർക്കറ്റിന്റെ സ്ട്രക്ചറാണ്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഡയറക്ഷനാണ്. ഇതിനെ കോർഡിനേറ്റ് ചെയ്ത് ചെയ്താൽ തന്നെ നിങ്ങൾക്കൊരു നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇനി എന്ത് സംഭവിക്കും അതാണ് കേട്ടോ. 1 അവറിലേക്ക് സ്വിച്ച് ചെയ്തപ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു സോൺ ഇവിടെ കാണാൻ കണ്ടോ. ഇത് നമ്മുടെ ഡെയിലി സോണാണ്. സോ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സോൺ ഇവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. യെസ് അല്ലേ. സോ ഈ സോൺ നിങ്ങൾ എടുത്ത് വെച്ചോളൂ. നാളെ ഇത്രയും ഇമ്പൾസീവ് ആയിട്ടുള്ള മൊമെന്റം മാർക്കറ്റ് വന്നു. ഇനി മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ ഒരു റാലി മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്യാനാണെങ്കിൽ ഇത്ര ഇമ്പൾസീവ് ആയിട്ട് തന്നെ മാർക്കറ്റ് നോക്കി ഇങ്ങനെ അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മളെപ്പോഴും നോക്കേണ്ട ഒരു കേസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് നോക്കി ഇവിടുന്ന് മാർക്കറ്റ് എത്ര പോയിന്റാണ് അങ്ങനെ റാലി ചെയ്തിട്ടുള്ളത്, ഏകദേശം 1800 പോയിന്റ്സ് റാലി ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റ് ഏകദേശം ഇപ്പോൾ റാലി ചെയ്ത് നിൽക്കുന്നത് 1400 പോയിന്റ്സ് ആണ് അല്ലേ. സോ ഇവിടെ എപ്പോഴും ബ്രേക്ക് ഔട്ട് ട്രേഡ് ചെയ്യുന്നവർ എന്ത് ചെയ്യാം, നിങ്ങൾ ലെവൽസ് ബ്രേക്ക് ഔട്ട്സിൽ നിങ്ങൾക്ക് നോക്കാം. സോ നമ്മൾ സ്ട്രക്ചറലി നോക്കുമ്പോൾ നമുക്ക് പ്രോപ്പർ പ്ലാനിലാണ് നമ്മൾ എൻട്രി എടുക്കുക അല്ലേ. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ എന്താണ് വേണ്ടത്,
നമുക്ക് 15 മിനിറ്റിലേക്ക് ഒന്ന് സ്വിച്ച് ചെയ്യാം. നമ്മളെ സ്ട്രക്ചർ നോക്കിയാലോ. യെസ്, നമുക്കിവിടെ പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ. യെസ്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നിട്ടുണ്ട്. കണ്ടോ. ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നിന്നും ഈ ഒരു BOS മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന സോണിൽ നിന്നും അടുത്തൊരു മൊമെന്റം താഴേക്ക് വരണം. പക്ഷെ താഴേക്ക് വരാനാണെങ്കിൽ എവിടെ നിന്ന് വരണം, നമ്മൾ ഈ പ്ലോട്ട് ചെയ്തിരിക്കണം ഈ ലെവല്, മനസ്സിലായോ. ഈ ലെവല് 2 ലെവൽസ്, അടുത്ത മേജർ ലെവൽസ് ഒന്ന് ഇതും ഒന്ന് ഈ ലെവലാണ് നമ്മുടെ മേജർ ആയിട്ടുള്ള അടുത്ത ദിവസങ്ങളിലെ ലെവലുകൾ. സോ ഇവിടെ മാർക്കറ്റ് എന്ത് ചെയ്യാണ്, ഈ 2 ലെവലുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല എങ്കിൽ മീൻസ് അവിടെ നിന്ന് മാർക്കറ്റ് റിവേഴ്സൽ പോസിബിലിറ്റി കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീടെസ്റ്റ് പ്ലാൻ ചെയ്യാം. അപ്പോൾ റിവേഴ്സൽ കാണിച്ചാൽ മാത്രം കേട്ടോ. കണ്ടിന്യൂഷൻ ആണെങ്കിൽ ഒരിക്കലും റീടെസ്റ്റ് എടുത്ത് നോക്കരുത്. കാരണം വെറുതെ നമ്മൾ ഗസ് ചെയ്ത് നോക്കുന്ന പോലെയാകും, മനസ്സിലാവും. 15 മിനിറ്റിൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇത്രയും ഇമ്പൾസീവ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് തന്നിട്ടുണ്ട് അല്ലെ. അതിനിടയിൽ മാർക്കറ്റ് ഒരു റീടെസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ തന്നിട്ടില്ല അല്ലെ. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക ഏതാണ്, ഈ പറയുന്ന ലോയിനെയാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. പിന്നെയും മാർക്കറ്റിൽ ചെറിയ റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സോൺ ഏകദേശം ഈ ഒരു സോണിലാണ് മാർക്കറ്റ് ഒരു റിയാക്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 15 മിനിറ്റിൽ. കണ്ടോ, ഈ ഒരു സോണിൽ. സോ അതെന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 1 മിനിറ്റിലേക്ക് പോയാൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. കണ്ടോ. സോ 15 മിനിറ്റിന്റെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിവേഴ്സൽ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, 15 മിനിറ്റിൽ ഈ ഒരു റേഞ്ച്, ഇത് എന്ത് റേഞ്ചാ, ഈക്വിലിബ്രിയത്തിലേക്ക് റീടെസ്റ്റ് ചെയ്യുന്നതാണ് മാർക്കറ്റ്. കണ്ടോ. സോ അവിടെയാണ് 15 മിനിറ്റിലൊരു 1 മിനിറ്റിൽ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ചേഞ്ച് നമുക്ക് തന്നിട്ട് മാർക്കറ്റ് അഗെയിൻ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ ഉണ്ടായിട്ടുണ്ടായത്. മനസ്സിലാവും. അവിടെയും നിങ്ങളൊരു കാര്യം നോക്കിക്കേ, ഇതിവിടെ കണ്ടോ ഇമ്പൾസീവ് ആയിട്ടൊരു മൂവ്മെന്റ് മാർക്കറ്റ് തന്നു. താഴെ മാർക്കറ്റ് ഒരു ലോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്ന് മാർക്കറ്റ് മേലിലേക്ക് പോയിട്ട് ഇമ്പൾസീവ് മൂവിലേക്ക് വന്നിട്ട് മാർക്കറ്റൊക്കെ തിരിച്ച് കണ്ടിന്യൂ ചെയ്തു. അപ്പോൾ 15 മിനിറ്റ് റീടെസ്റ്റ് ആയിട്ട് പറയാനാണെങ്കിൽ കാര്യമായിട്ടല്ല, 3 മിനിറ്റിലേക്ക് നമുക്ക് സ്വിച്ച് ചെയ്ത് നോക്കാം. സോ 3 മിനിറ്റിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ റീടെസ്റ്റ് ഒന്നും ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അല്ലേ. അഗെയിൻ ഈ ഒരു സോണാണ്. സോ 5 മിനിറ്റ്സിലേക്ക് നോക്കിയാലോ. ഇതൊരു ജസ്റ്റ് റീടെസ്റ്റ് മാത്രമാണ് 5 മിനിറ്റ്സിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റുക. കണ്ടോ, ജസ്റ്റ് 2 ക്യാൻഡിൽസ് താഴെ വന്നു, കണ്ടിന്യൂഷൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. എഗെയിൻ ഹൈ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ അല്ലേ. ആ ഒരു കണ്ടീഷനാണ് കാണാൻ പറ്റുക. ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ തന്നിട്ടുള്ളത്. അപ്പോൾ 1 മിനിറ്റ് ട്രേഡ് നോക്കുന്നവർക്ക് ഇവിടെ ഒരു റിവേഴ്സൽ എൻട്രി അല്ലെങ്കിൽ റിവേഴ്സൽ എൻട്രി എടുത്തിട്ട് ഒരു SL ക്രൈറ്റീരിയ ഇവിടെ ഫേസ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ ചിലപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടാവാം. ഓക്കെ. സോ ഇവിടെ എന്താണ് നടന്നിട്ടുള്ളത് മാർക്കറ്റിൽ അപ്പോൾ എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി അല്ലേ. എന്താ നടന്നിട്ടുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായാലോ. ഇതേപോലെ നമ്മൾ ഡീറ്റെയിൽ ചെയ്ത് നോക്കുക. ഇതേപോലത്തെ കണ്ടീഷൻ വരുമ്പോൾ ഓരോ ടൈം ഫ്രെയിമിൽ ആദ്യം ആ സോൺ എടുക്കുക, ലോ ടൈം ഫ്രെയിമിലേക്ക് കൺവേർട്ട് ചെയ്യുക. സോ അവിടെ എന്തൊക്കെയാണ് ലോ ടൈം ഫ്രെയിമിൽ നടന്നത്, അങ്ങനെ ഒരു റിയാക്ഷൻ നടന്ന സോണിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ലെവലിൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാം. സോ ഈ ഒരു ലെവലിൽ നിങ്ങൾ എന്തായാലും കൺസിഡർ ചെയ്ത് വെച്ചോളും സ്ട്രോങ് ആയിട്ടുള്ളൊരു ലെവലായിട്ട്. ഓക്കെ. സോ കറൻ്റ്ലി നോക്കുകയാണെങ്കിൽ നമുക്ക് അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്ന ഇവിടെ കണ്ടോ, ഇവിടെ നല്ല രീതിയിലൊരു മൂവ്മെന്റ് താഴേക്ക് കാണാം. സോ നമുക്ക് അതും കൂടി ഒന്ന് ക്രോസ് ചെക്ക് ചെയ്താലോ. യെസ്, ഇവിടെയും പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു റിയാക്ഷൻ 1 മിനിറ്റിൽ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് അല്ലേ. ഇവിടെയും പ്രോപ്പർ ആയിട്ട് മാർക്കറ്റ് കണ്ടോ, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു, കണ്ടോ, എഗെയിൻ താഴേക്ക് വന്നു, കണ്ടോ. യെസ്, ഇവിടെയും മാർക്കറ്റിലൊരു പ്രോപ്പർ റിയാക്ഷൻ തന്നതായിട്ട് കാണാം. സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സോൺ നമുക്ക് പ്രോപ്പറായിട്ടൊന്ന് മാർക്ക് ചെയ്ത് നോക്കാം. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സോൺസ് നമ്മൾ കറൻ്റ്ലി ഉള്ള അഗ്രസീവ് കണ്ടീഷനിൽ, വളരെ അഗ്രസീവായിട്ട് പോകുന്ന കണ്ടീഷനിൽ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന മെത്തേഡാണ് നിങ്ങൾ നോക്കിയത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു മെത്തേഡ് മനസ്സിലാക്കി വെക്കുക, യൂട്ടിലൈസ് ചെയ്ത് നോക്കുക. അടുത്ത കണ്ടീഷൻ ഇതേപോലെ മാർക്കറ്റിൽ ഉണ്ടാകുമ്പോൾ കൺഫ്യൂഷൻസ് വേണ്ട, നിങ്ങളപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യാം. ഓക്കെ. സോ ഇവിടെ എന്ത് ചെയ്യാം, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ അല്ലേ. അഗ്രസീവ് ആയിട്ടുള്ള മാർക്കറ്റ് ആണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നില്ല. പക്ഷേ ഈ ലെവലുകൾ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്, ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. ഓക്കെ, നമുക്ക് സ്ട്രക്ചറിലേക്ക് നോക്കുന്ന സമയത്ത് റിസ്ക് എൻട്രീസ് ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കൺഫർമേഷൻ എൻട്രിയും അല്ല, ഇത് കൺഫേം ആയിട്ട് മാർക്കറ്റിൽ കണ്ടിന്യൂസ് ആയിട്ടൊരു പ്രോഫിറ്റ് തരുന്ന മെത്തേഡാണെന്ന് വെച്ചാൽ 1 മിനിറ്റിൻ്റെ കണ്ടീഷനിൽ ഒട്ടും കണ്ടിന്യൂസ് ആയിട്ട് മാർക്കറ്റിൽ അഗ്രസീവ് അല്ലാത്ത കണ്ടീഷനിൽ SL ചാൻസ് കൂടുതലാണ്. ഇപ്പോഴേ പറഞ്ഞുതരാം. അപ്പോൾ അഗ്രസീവ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രം നോക്കുക. സോ ഇതിൽ റിസ്ക് നിങ്ങൾ കുറച്ചിട്ട് വേണം ചെയ്യാൻ. കാരണം ഇതിൽ നിങ്ങൾക്കറിയാം മാർക്കറ്റിൽ 2 കണ്ടീഷനുള്ളത്. എക്സ്ട്രീമിലേക്ക് വരാനുള്ള കണ്ടീഷൻ മാർക്കറ്റിലുണ്ട്. സോ ഇക്വിലിബ്രിയം
ഹയർ ടൈം ഫ്രെയിം ഇക്വിലിബ്രിയത്തിന്റെ സ്ട്രെങ്ത് നമ്മൾ മനസ്സിലാക്കിയതാണ്, അതിലുള്ള ട്രേഡ് നിങ്ങൾ കണ്ടതാണ്. സോ ലോ ടൈം ഫ്രെയിമിൽ 1 മിനിറ്റിൽ ഇക്വിലിബ്രിയം റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ പല കണ്ടീഷൻസിലും കറക്റ്റീവ് കണ്ടീഷനിലൊക്കെ ഭയങ്കര ഡിഫറൻസ് മാർക്കറ്റിൽ ഉണ്ടാവാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എങ്ങനെയാണ് ട്രേഡ് പ്ലാൻസ് എന്നുള്ളത് നോക്കാം. യെസ്, ഇവിടെ മാർക്കറ്റ് ഓൾറെഡി ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. എഗെയിൻ മാർക്കറ്റിലേക്ക് മാർക്കറ്റ് താഴേക്ക് വന്നു അല്ലേ, നോക്കിയേ. അപ്പോൾ ഈ ഒരു ഹൈയിൽ നിന്ന് നോക്കി ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിൽ എവിടെയാണ്? യെസ്, ഇവിടെയാണ് ഇക്വിലിബ്രിയം വരിക അല്ലേ. സോ നമുക്ക് അവിടെ ഒരു ബഫർ കീപ്പ് ചെയ്യുക, ഏറ്റവും മേളിലേക്കും താഴേക്കുമായിട്ട് ഒരു ബഫർ, 16 താഴെയും 15 മേളിലോട്ട് ബഫർ കീപ്പ് ചെയ്യുക. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു പ്ലാൻ നോക്കാം. വളരെ റിസ്ക് എൻട്രി ആണ്, എപ്പോഴും ഇത് പ്രോഫിറ്റ് തന്നെ എന്ന് യാതൊരു നിർബന്ധമില്ല. സോ അഗ്രസീവ് മാർക്കറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ്, റീടെസ്റ്റ് എൻട്രികൾ നോക്കുന്നവർ അല്ലെങ്കിൽ ഒരു പ്ലാൻ എൻട്രി നോക്കുന്നവർക്ക് എടുക്കാവുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇതാണ്. യെസ്, ഈ ടാർഗറ്റ് എപ്പോഴും ഈ ഒരു ഹൈയിലേക്ക് പോകാം, നമുക്ക് പ്ലാൻ ഉണ്ടാവണം മേളിലേക്കുള്ള, അതിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. സോ നിങ്ങളിതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് വളരെ അധികം മനസ്സിലാവും. ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് കണ്ടോ, മാർക്കറ്റ് പ്രോപ്പറായിട്ട് കണ്ടോ, ഈ ഒരു മിറ്റിഗേഷനിലേക്ക് മാർക്കറ്റ് വന്നിട്ട് റിയാക്ട് ചെയ്ത് കണ്ടോ, പ്രോപ്പറായിട്ട് മാർക്കറ്റ് അവിടെ നിന്ന് വന്നു പുഷ് ചെയ്തു കണ്ടോ, വളരെ ചെറിയ ടൈമിൽ തന്നെ മാർക്കറ്റ് ടാർഗറ്റ് തന്നതായിട്ട് കാണാം. യെസ്, അങ്ങനെയാണെങ്കിൽ മാർക്കറ്റിന്റെ പുതിയൊരു ബ്രേക്ക് ഔട്ട് അവിടെ സംഭവിച്ചു, ഇവിടെ ഒരു BOS മാർക്കറ്റ് തന്നു അല്ലേ. സോ എഗെയിൻ നമുക്ക് അടുത്തൊരു ഡിപ്പ് തരികയാണെങ്കിൽ ഇവിടുത്തെ കണ്ടീഷൻ നോക്കുക, ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഒരു ക്യാൻഡിൽ ഇൻസൈഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഇതൊരു ഒറ്റ പുഷ് ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക അല്ലേ. യെസ്, സോ ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ നമ്മൾ ഒരു എക്സിക്യൂഷൻ കണ്ടു. എഗെയിൻ മാർക്കറ്റിൽ പിന്നീട് ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത് എവിടെയാണ്? ഈ ഒരു സോണിലാണ് ബ്രേക്ക് ഔട്ട് തന്നിട്ടുള്ളത്. സോ അവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് ഒരു ബെയറിഷ് ആയിട്ടുള്ള സിഗ്നൽ നമുക്ക് കാണാം അല്ലേ, ഇവിടെ ഒരു ബേ ഹൗസ് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ഇവിടെ നമുക്കൊരു ഇക്വിലിബ്രിയം നോക്കുകയാണെങ്കിലോ ഈ ലോയിൽ നോക്കുകയാണെങ്കിൽ ഇതാണ് മേജർ ആയിട്ടുള്ള സോൺ. സോ ഇവിടെ എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ഞാൻ ഇനി അത് ജസ്റ്റ് PL മാത്രം ഇട്ട് നോക്കാം. ഹൈ എപ്പോഴും നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത് കറണ്ട്ലി മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഹൈയിലേക്കാണ് 1 മിനിറ്റിൽ നോക്കേണ്ടത്. സോ അധികം നേരം ഈ ട്രേഡ് ഒന്നും ഹോൾഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യവും വരുന്നില്ല, നിങ്ങൾ പെട്ടെന്ന് തന്നെ പ്രോപ്പറായിട്ട് നോക്കിയിട്ട് കണ്ടോ. യെസ്, മാർക്കറ്റ് വന്നോ? ഇല്ല അല്ലേ, മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല. ഞാനിതിൽ ഓയിന്നാണ് എടുത്തത്, പക്ഷേ ഇവിടെ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം അതിനടുത്തേക്ക് മാർക്കറ്റ് വന്നിട്ടുണ്ട്. സോ കുഴപ്പമില്ല, മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല, അത് തന്നെ ഇരിക്കട്ടെ. ഇന്റേണലി മാർക്കറ്റ് സ്ട്രക്ചർ മാത്രമേ വന്നിട്ടുള്ളൂ. മേജർ ലോ എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. സോ നമ്മളെപ്പോഴും അത് തന്നെ കൺസിഡർ ചെയ്യുന്നതാണ് ബെറ്റർ. യെസ്, മാർക്കറ്റ് എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു അല്ലേ. സോ അതിനുശേഷം മാർക്കറ്റ് എന്താ ചെയ്തത്? ത്രൂ ഔട്ട് മാർക്കറ്റ് താഴേക്ക് തന്നെ വന്നു കണ്ടോ. യെസ്, ഇത് ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് മാർക്കറ്റ് കറക്റ്റായി ആ ഇംബാലൻസ്ഡ് ആയിട്ടുള്ള ക്യാൻഡിൽ ഒന്ന് ടേക്ക് ചെയ്തിട്ട് തിരിച്ച് മാർക്കറ്റ് മേളിലേക്ക് പോകുന്ന കണ്ടീഷനാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുന്നത് അല്ലേ. യെസ്, ഫൈൻ. എഗെയിൻ മാർക്കറ്റ്, അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാകുന്നുണ്ടോ. ഇവിടെയാണ് അതിൻ്റെ ഹൈ. സോ ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ലോ എന്ന് പറയുന്നത് എവിടെയാണ്? ഇതാണ് അതിൻ്റെ ലോ, മനസ്സിലായോ? ഇതാണ് അതിൻ്റെ ലോ. സോ ഇവിടെ വന്നാലാണ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ, മനസ്സിലായോ? സോ എഗെയിൻ നമുക്ക് ഇവിടെ നിന്ന് അതിൻ്റെ 50% നോക്കുകയാണെങ്കിൽ ഇവിടെ നോക്കാം. താഴേക്ക് വന്നോട്ടോ. സോ വന്നില്ല അല്ലേ, മാർക്കറ്റ് എഗെയിൻ മേളിലേക്ക് പോയി. അപ്പോൾ ഇതേപോലെ കറക്റ്റ് ബ്രേക്ക് ഔട്ട് കിട്ടുമ്പോൾ ആ ഹൈറ്റ് ലോ നോക്കുക, അതിൻ്റെ 50% നിങ്ങൾ ട്രൈ ചെയ്യുക. എഗെയിൻ ഇവിടെ ഇപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട് അല്ലേ. സോ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് നടന്നു, ഇവിടെ നമ്മൾ അതിൻ്റെ 50% നോക്കുകയാണെങ്കിൽ എന്താണ് കണ്ടീഷൻ? പല ടൈംസിലും മാർക്കറ്റ് എന്ത് ചെയ്യുന്നില്ല, അങ്ങോട്ടേക്ക് വരാത്ത അഗ്രസീവ് ആയിട്ടുള്ള കണ്ടീഷനിൽ നമുക്ക് പ്രോപ്പറായിട്ട് ഒരു റീടെസ്റ്റ് എൻട്രി നോക്കാൻ പറ്റുന്ന സിനാരിയോ ഇതിലാണ് കണ്ടോ. സോ എഗെയിൻ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പ്രോപ്പറായിട്ടൊരു എക്സിക്യൂഷൻ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് അല്ലേ. ഇവിടെ മാർക്കറ്റ് BOS വന്നു അല്ലേ, ഇവിടെ BOS വന്നു, പ്രോപ്പറായിട്ടൊരു എക്സിക്യൂഷൻ. കുറേ പേര് എൻട്രീസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത് നിങ്ങൾ മൾട്ടിപ്പിൾ ടൈം ഫ്രെയിമിലേക്ക് സ്വിച്ച് ചെയ്യുക, 3 മിനിറ്റിലേക്കും 5 മിനിറ്റ്സിലേക്കും സ്വിച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മനസ്സിലാക്കേണ്ട ഒരു കാര്യം വേറൊന്നുമല്ല, ഈ ലോയിലുള്ള ട്രേഡ് ഒഴിവാക്കുക. എപ്പോഴും നിങ്ങൾ ഡിമാൻഡിൽ ട്രേഡ് നോക്കുന്നുണ്ടെങ്കിൽ ഡിമാൻഡിൽ ട്രേഡ് ഒഴിവാക്കിയിട്ട് വേണം ഇതിനെ നോക്കാൻ, അല്ലെങ്കിൽ ഡിമാൻഡിൽ മാത്രം ട്രേഡ് നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇൻ കേസ് ഇത് SL അടിച്ചു എന്ന് വിചാരിക്കും, നിങ്ങൾ രണ്ടാമതുള്ള ട്രേഡ് പ്ലാൻ ചെയ്യാൻ നമ്മൾ എവിടെയായിരിക്കും? ഇവിടെ പ്ലാൻ ചെയ്യും, മനസ്സിലാവും.
അപ്പോഴായിരിക്കും മാർക്കറ്റ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നെയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിക്കുക. നിങ്ങൾക്ക് മൂന്നാമതൊരു ഓപ്പർച്യൂണിറ്റി മാർക്കറ്റിലുണ്ടോ, ഓവർ ലോസിൽ നിങ്ങൾ എത്തിയിട്ടുണ്ടാവും. ഇവിടെ ഒരു 1000 രൂപ നിങ്ങൾ ബുക്ക് ചെയ്തു, രണ്ടാമത്തെ ട്രേഡിൽ നിങ്ങൾ 1000 രൂപ ബുക്ക് ചെയ്തു. നിങ്ങൾ ഇന്നത്തെ ദിവസം റിസ്ക് 2000 ആണെങ്കിൽ വേറെ ട്രേഡിലേക്ക് പോകാൻ പറ്റില്ല നിങ്ങൾക്ക്, അല്ലേ? പക്ഷേ ഇത് നമ്മൾ മനസ്സിലായി ചേഞ്ച് ആയി എന്നുള്ള കാര്യം. ഇവിടെ വന്നു, യെസ്, ഇവിടെ നമുക്ക് എൻട്രി എടുത്ത് ലോസ് വന്നു, ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. എഗെയിൻ മാർക്കറ്റ് ഇവിടെ ലോസ് അടിച്ചു, പിന്നെ മാർക്കറ്റ് ഇവിടെ വന്നിട്ട് എഗെയിൻ മാർക്കറ്റ് ലോസ് അടിച്ചു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എത്ര SL ഹിറ്റായി? 2 SL നിങ്ങൾക്ക് ഇവിടെ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലേ? സോ അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡ് ഫോളോ ചെയ്യുക. രണ്ടും ഫോളോ ചെയ്ത് ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്, രണ്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ 2 ട്രേഡ്സ് നല്ല എക്സിക്യൂഷൻ താഴേക്കുള്ള ട്രേഡിന് പകരം നിങ്ങൾ 2 ട്രേഡ് എടുത്ത് നല്ല ലോസ് വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ദിവസത്തെ റിസ്ക് നിങ്ങൾ അവിടെ എന്ത് ചെയ്യും, കവർ ആയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ അവിടെ ഈ പറയുന്ന 2 ട്രേഡ് നോക്കുക. അത് ഏതെങ്കിലും ഒരു ട്രേഡ് ഫോക്കസ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടം എപ്പോഴും ഫിബ് റെസ്പെക്ട് ചെയ്ത് പോകുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ അത് നോക്കുക. അതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഞാനിപ്പോൾ നോക്കണ പോലെ പ്രീവിയസ് ഒരു 6 മന്തോ 1 ഇയറിലേക്ക് ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഏതാണ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നുള്ളത്. മനസ്സിലായോ? സോ ഇവിടെ മാർക്കറ്റ് ഇനി ഇവിടെ ടെസ്റ്റ് ആയാലോ, ഇവിടെ എന്തായി, മാർക്കറ്റ് ഇവിടെ ചേഞ്ച് ഓഫ് ക്യാരക്ടറായി, അല്ലേ? ക്യാരക്ടർ ഇവിടെ ചേഞ്ച് ആയി മാർക്കറ്റിൻ്റെ. ഈ ക്യാരക്ടർ ചേഞ്ച് മാർക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? സോ ഇവിടെ നിന്ന് ഇനിയുള്ള പുഷ് മേളിലേക്കാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മേളിലേക്ക് നോക്കാം, താഴേക്ക് നോക്കാം. ചേഞ്ച് ഓഫ് ക്യാരക്ടർ തരുന്ന സമയത്ത് നിങ്ങൾ ഫിബിൽ എൻട്രി എടുത്താൽ മാക്സിമം സപ്ലൈ സോണിലേക്ക് SL വെക്കാൻ ശ്രമിക്കുക. വേറെ ഒന്നുമല്ല, ഈ ഒരു കണ്ടീഷനിൽ ഇപ്പോൾ ഇവിടെ നിന്നാണ് മാർക്കറ്റ് വന്നത്, യെസ്, ഈ ഒരു കണ്ടീഷനിൽ ഇവിടെ ഫിബിലാണ് മാർക്കറ്റ് എടുക്കണമെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാനാണ് ഇങ്ങോട്ടൊക്കെ വരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ഇവിടെ എടുത്താൽ SL മേളിലേക്ക് വെക്കാം. കാരണം കംപ്ലീറ്റ്ലി ഉള്ള സ്ട്രക്ചർ ചേഞ്ച് ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള മൊമെൻറ്റം താഴേക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ റിസ്ക് റിവാർഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി ഈ പറയുന്ന ട്രെൻഡ് റിവേഴ്സൽ വളരെ ഹൈ ആണ്. മനസ്സിലായോ? അപ്പോൾ അതെല്ലാവരും സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാം. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നാളെ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തീരുമാനിക്കുക, ഇത് വേണോ ഇത് വേണോ, ഇതിൽ ഏതെങ്കിലും ഒരാളെ വേണം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാൻ. 2 പേരെയും കൂടെ കൊണ്ടുപോയി ഞാൻ പറയുന്നൊരു കാര്യം ഭാവിയിൽ നിങ്ങൾക്ക് പ്രശ്നമാവും. ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്ന ഒരാളാണ്. ഇതേപോലെ ഇത് 2 കാര്യം ഞാൻ അപ്ലൈ ചെയ്ത് ഈ സെയിം ഇഷ്യൂസ് ഒക്കെ ഫേസ് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്. മനസ്സിലായി? അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ മെത്തേഡ് ഫോളോ ചെയ്യാം. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഇവിടെ നിന്ന് ഈ രീതിയിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു മൊമെന്റം മാർക്കറ്റ് തന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് 50% കൂടുതൽ വരാൻ പ്രോബബിലിറ്റി ഉള്ളത് ഈ പറയുന്ന സോണിലേക്കാണ്. ഇവിടെ നിന്നുള്ള ട്രേഡും വളരെ അഗ്രസീവ് ആയിരിക്കും. ഇതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിട്ടുണ്ടായിരുന്നത്, അല്ലേ? പ്രൈസ് ഡെലിവറി. ഇതും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. ഓക്കെ, സോ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യം. സോ അതിനുശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു. കണ്ടോ, ഇവിടെ ബ്രേക്ക് ചെയ്തു, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് മാർക്കറ്റ് തന്നു. സോ ഇനി മാർക്കറ്റിൻ്റെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക്, അല്ലേ? അപ്പോൾ അവിടെ മാർക്കറ്റ് വരികയാണെങ്കിൽ കണ്ടിന്യൂഷൻ നമ്മളിപ്പോൾ ഈ ഒരു ഒറ്റ മെത്തേഡാണോ നമ്മൾ നോക്കണത്. മാർക്കറ്റ് അങ്ങോട്ട് വന്നില്ല, അല്ലേ? മാർക്കറ്റ് അങ്ങോട്ട് വരാതെ തന്നെ ടാപ്പ് ചെയ്തു ഈ ഒരു മേജർ ലെവൽ. ഇത് അറിയാലോ, നമ്മുടെ ഇക്വിലിബ്രിയത്തിൽ വന്നു. പക്ഷേ കണ്ടോ, അപ്പോൾ പ്രോപ്പറായിട്ട് ബ്രേക്ക് ഔട്ട് തന്നു, മാർക്കറ്റ് ടെസ്റ്റ് ചെയ്തു. അത് തന്നത് ഏതാ, 1 മിനിറ്റിൽ മാത്രം മാർക്കറ്റിനൊരു റീടെസ്റ്റ് എന്ന് പറയുന്ന കാര്യം ഇന്ന് കാണാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ, അല്ലേ? നോർമൽ ഡേയ്സിൽ നമുക്ക് 3 മിനിറ്റിലും 5 മിനിറ്റ്സിലും തരുന്ന റീടെസ്റ്റ് ഇന്ന് 1 മിനിറ്റിൽ. അപ്പോൾ 1 മിനിറ്റാണ് അക്യുറസി. വളരെ സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽ നമ്മൾ എന്ത് ചെയ്യണം, 1 മിനിറ്റിൽ മാത്രമാണ് കൺസിഡർ ചെയ്യേണ്ടത്. മനസ്സിലാവും? അത്രേ ഉള്ളൂ. അപ്പം നെക്സ്റ്റ് ടൈം ഇതേപോലത്തെ ഡേയ്സ് വരുന്നുണ്ടല്ലേ, ഈ പറയുന്ന ഏത് ദിവസമാണ്, ഇലക്ഷൻ്റെ ടൈമിലൊക്കെ ഇത്ര അഗ്രസീവായിട്ട് മാർക്കറ്റ് പോവുകയാണെങ്കിൽ നിങ്ങൾ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ സ്വിച്ച് ചെയ്തിട്ട് നിങ്ങൾ ഇതേപോലെയുള്ള ട്രേഡുകൾ അന്ന് അപ്ലൈ ചെയ്യുക. എന്തെങ്കിലും ഇവൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അഗ്രസീവ് മാർക്കറ്റിൽ മാത്രമേ നോക്കിയിട്ട് കാര്യമുള്ളൂ. അല്ലാത്ത മാർക്കറ്റിൽ ടൈം ഫ്രെയിമിന് സ്വിച്ച് ചെയ്യുക. 1 മിനിറ്റിൽ മാത്രമേ ടൈം ഫ്രെയിം സ്വിച്ച് ചെയ്യുക. ടൈം ഫ്രെയിമിൽ നോക്കുമ്പോൾ അപ്പോൾ ഞാനിപ്പോൾ ഒരു 1 മിനിറ്റിൻ്റെ പ്ലാൻ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഞാൻ 3 മിനിറ്റും 5 മിനിറ്റ്സും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് നോക്കിയിട്ടാണ് നമ്മൾ ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നാണെങ്കിൽ കൂടിയും നമ്മൾ എന്താണോ ഫോളോ ചെയ്യുന്നത് അതായിരിക്കുള്ളൂ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുക. മനസ്സിലാവും? ഇന്നും ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഇവിടുന്ന് മാർക്കറ്റ് പുഷ് ചെയ്തു, ഇവിടെ റീടെസ്റ്റ് തന്നു, പക്ഷേ ഇവിടെ ഇംബാലൻസ് ഉണ്ട്. സോ താഴേക്ക് വന്നു. മനസ്സിലാവും? ഇതാണ് ബ്രേക്ക് ഔട്ട്. നമ്മൾ ഫ്യൂച്ചറായിട്ട് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ട്, പക്ഷേ ഫ്യൂച്ചറിൽ ഒറ്റ ബ്രേക്ക് ഔട്ടാണ്. സോ അതുകൊണ്ട് തന്നെ ഞാൻ ഇതാണ് ബ്രേക്ക് ഔട്ടായിട്ട് എടുത്തുള്ളത്. സോ ഇതിൻ്റെ എക്സ്ട്രീം എടുത്തുള്ളത് ഇവിടെയാണ്. ബാങ്ക് നിഫ്റ്റി നോക്കാന്നുണ്ടെങ്കിൽ ഇവിടെയാണ്. സോ മാർക്കറ്റ് ഇവിടെ വന്നിട്ടാണ് പുഷ് ചെയ്തത്. പക്ഷെ ഇവിടെ ഫ്യൂച്ചറും കൂടെ കോർഡിനേറ്റ് ചെയ്തപ്പോൾ എന്താണ്, അഗ്രസീവ് കണ്ടീഷൻ അല്ലേ, മിസ്സാവും ട്രേഡ്. ഇതാണ് നമ്മൾ ഫസ്റ്റ് നോക്കിയിട്ടുള്ള പ്രോസസ്. 2 ട്രേഡ്സാണ് നമ്മളിന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ഇവിടെ ഉണ്ട്, കണ്ടോ, അങ്ങോട്ടേക്ക് മാർക്കറ്റ് വരാതെ അഗ്രസീവായിട്ട് പോയി എഗെയിൻ. അതിനുശേഷം അതിൻ്റെ കണ്ടീഷൻ ഇട്ടു. സോ അത് കഴിഞ്ഞിട്ടും നമുക്ക് ഇതേപോലെ ഒരു സിനാരിയോ കിട്ടിയ സമയത്ത്, കാരണം 1 മിനിറ്റിൽ ഇത്ര അഗ്രസീവായിട്ട് മാർക്കറ്റ് റെയറാണ്.
പോകാറുള്ളത്. സോ ഇങ്ങനത്തെ മാർക്കറ്റ് കയ്യിൽ നിന്ന് മിസ്സായി 900 പോയിന്റ് അതിന് പോയല്ലോ, ഒന്നും പേടിക്കണ്ട. കാരണം 900 പോയിന്റ് ത്രൂ ഔട്ട് പിടിച്ചിട്ട് നമുക്ക് കോടീശ്വരനാവേണ്ട കാര്യമുണ്ടോ? അങ്ങനെ കോടീശ്വരനാവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ദിവസവും കോടീശ്വരനാവാൻ നോക്കി നിന്ന് അവസാനം പട്ടിണിയിലാവും. അപ്പം ആ കാര്യത്തിലേക്കൊന്നും ആരും പോകണ്ട. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്താണ് ഇവിടെ നോൺ ട്രേഡ് കുറേ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പിന്നെ ഇവിടെ ഡിസ്കഷൻസും കാര്യങ്ങളുണ്ട് നമ്മുടെ ഇതിൽ 21 മെമ്പേഴ്സ് ഉണ്ട്. സോ ഇതിപ്പോൾ നല്ലൊരു പ്രോഫിറ്റ് ആരോ എടുത്തിട്ടുണ്ട് പേര്. ഓക്കെ ഫൈൻ. അപ്പോൾ ഇവിടെ ഡിസ്കഷൻ ഉണ്ട്, നിങ്ങളിവിടെ ഡിസ്കസ് ചെയ്യുക, ഓരോരോ കാര്യങ്ങൾ എടുക്കുക. അപ്പോൾ ഇവിടെ ചെറിയൊരു കണ്ടീഷൻ കണ്ടോ, ഇവിടെ ആ ഒരു ചെറിയ റീടെസ്റ്റിൽ വന്നപ്പോൾ എന്ത് പറ്റി, ആൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് അവിടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ അതൊരു ലേണിംഗ് പർപ്പസ് ആയിട്ട് കാണാം, അത്രേ ഉള്ളൂ. കാരണം ഇവിടെ 20 പോയിന്റ്സ് എനിക്ക് SL ഹിറ്റ് ചെയ്യും. സോ എന്ത് പ്രശ്നം, ഒരു പ്രശ്നമില്ല. കാരണം എന്താണ്, SL നമ്മുടെ പറയുന്നത് നമ്മൾ ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം എന്താണ്, എന്തുകൊണ്ടാണ് ആ SL ആയത് എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. SL അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റീസൺ ഫൈൻഡ് ഔട്ട് ചെയ്ത് നോക്കിക്കേ. 15 മിനിറ്റിലേക്ക് സ്വിച്ച് ചെയ്ത് എന്തുകൊണ്ടാണ് SL അടിച്ചതെന്ന് നോക്കാം. ജേണലിൽ അതൊക്കെ പ്രോപ്പറായിട്ട് എഴുതി വെക്കാം കണ്ടോ. അപ്പോൾ ഇത് സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താണ്, നമുക്കതൊക്കെ ഒരു ലെസൺ അല്ലേ, നമുക്ക് പഠിക്കാം. ഇനി എപ്പോഴും ഒരു SL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു നോളജാണ്. ആ SL അടിക്കുമ്പോൾ അയ്യോ എനിക്ക് SL ആയെന്നല്ല, എന്തുകൊണ്ട് SL ആയി അത് മനസ്സിലാക്കാം. സോ അതാണ് ഞാനിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത 15 മിനിറ്റിൻ്റെ ആ ഒരു കണ്ടീഷൻ. സോ ഇന്നത്തെ കണ്ടീഷനിൽ നമ്മൾ ഇട്ടിട്ടുള്ള 2 പ്ലാനിലും എനിക്ക് എൻട്രി കിട്ടിയിട്ടില്ല. സോ മാർക്കറ്റ് 900 പോയിന്റ് മൂവ് ചെയ്തോട്ടെ. ഞാൻ ബ്രേക്ക് ഔട്ട് ട്രേഡ് എടുക്കുന്ന ഒരാളല്ല, ഞാൻ വെറുതെ ട്രേഡ് കിട്ടാൻ വേണ്ടി ബ്രേക്ക് ഔട്ട് ട്രേഡുകൾ നോക്കുന്ന ഒരാളുമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോപ്പർ പ്ലാനിൽ റീടെസ്റ്റ് കിട്ടിയാൽ മാത്രം ട്രേഡ് ചെയ്യാറുള്ളൂ എന്ന് ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് മന്ത്ലി മാർക്കറ്റിൽ മുമ്പോട്ട് പോകാൻ പറ്റുന്നത് തന്നെ. സോ ഇത്രയും ഇമോഷൻസ് ഓപ്ഷൻ ബയർ ആയതുകൊണ്ടിട്ട് ഇത്രയും ഇമോഷൻസ് നമ്മൾ കൺട്രോൾ ചെയ്ത് വേണം മാർക്കറ്റിൽ നിൽക്കാൻ. അതിൻ്റെ റിയാലിറ്റി നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഇതിനെ വളരെ ഈസി ആയിട്ട് നിങ്ങൾ കാണരുത്. സോ അതിൻ്റെതായ ഹാർഡ് വർക്ക് എല്ലാത്തിലും ഉള്ള പോലെ തന്നെ ട്രേഡിങ്ങിലും ഓപ്ഷൻ ബൈങ്ങിലും അതേപോലെയുള്ള ഹാർഡ് വർക്ക് ഉണ്ട്. സോ എല്ലാവരും അതേപോലെ സീരിയസ് ആയിട്ട് തന്നെ കാണാം. ഓക്കെ, ഒന്നും ചെയ്തിട്ടില്ല, കാരണം നമുക്ക് പ്രോപ്പർ പ്ലാനിലേക്ക് വന്നിട്ടാണ് ചെയ്യുള്ളൂ. സോ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രോപ്പറായിട്ട് ഞാൻ ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. കാരണം ആ ഒരു ലെവലിലേക്ക് നിങ്ങളെല്ലാവരും എത്താൻ ശ്രമിക്കുക. പെട്ടെന്ന് പറ്റണമെന്നില്ല, ശ്രമിക്കുക. നല്ലൊരു പ്ലാനിൽ മാത്രം എന്നും ചെയ്താൽ എന്നും ആ ഒരു കാര്യം നിങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. എപ്പോഴെങ്കിലും എങ്ങോട്ടെങ്കിലും തെറ്റിപ്പോയാൽ കാര്യങ്ങൾ മൊത്തത്തിൽ അവതാളത്തിലാവും. സോ നമ്മളെടുത്ത പൊസിഷൻ നോ. ഇപ്പോൾ ഈ വീക്ക് നോക്കാന്നുണ്ടെങ്കിൽ മൺഡേ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സോ അതിനിടയിൽ ഒരു ദിവസം നമുക്ക് വയ്യാത്ത അവസ്ഥ കാരണം പ്രീവിയസ് ഡേ സ്റ്റഡി എടുത്തിട്ടുണ്ടായിരുന്നില്ല അല്ലേ. 2 ഡേയ്സിൽ നമുക്ക് പ്രോപ്പർ സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല അല്ലേ. ഓക്കെ, അപ്പോൾ സെറ്റപ്പ് ഇല്ലാത്ത കൊണ്ടിട്ട് ട്രേഡ് അയ്യോ ഇത്രയും ഇങ്ങനെയാണെങ്കിൽ എങ്ങനെ ശരിയാവുക, അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവും. പ്രോപ്പറായിട്ട് മാർക്കറ്റിൽ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ ഇങ്ങനെ, ഇപ്പം ഇതെനിക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇതൊക്കെ മാർക്കറ്റിലുള്ള എല്ലാ ദിവസവും ട്രേഡ് എന്ന് പറയുന്ന കാര്യം നമുക്കില്ല. പ്ലാൻസ് കുറവാണെങ്കിൽ ട്രേഡും കുറവായിരിക്കും അല്ലേ. അപ്പോൾ പ്ലാൻസിലേക്ക് മാത്രം പോയി കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി കൂടും. അത് നിങ്ങൾക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഇന്നത്തെ കണ്ടീഷൻ. മനസ്സിലാവും. അപ്പോൾ അതാണ് കറൻ്റ്ലി മാർക്കറ്റിൻ്റെ സിറ്റുവേഷൻ. അതിനുശേഷം മാർക്കറ്റ് എഗെയിൻ ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നിട്ട് കണ്ടോ, അവിടെ ഫിബ് എടുത്ത് കഴിഞ്ഞാൽ SL ആട്ടോ കണ്ടോ, എക്സ്ട്രീമിലേക്ക് വന്നു, ബ്രേക്ക് ഔട്ട് വന്നിട്ട് ത്രൂ ഔട്ട് താഴേക്കും വന്നു മാർക്കറ്റ് കണ്ടോ. യെസ്, പിന്നെ മാർക്കറ്റ് ഒന്നും ചെയ്തില്ല കണ്ടോ. സോ നിങ്ങളിതൊന്ന് ബാക്ക് ടെസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആയി വരും. ഓക്കെ ഫൈൻ. സോ ഇതാണ് കറൻ്റ്ലി നമുക്ക് ഇന്നത്തെ ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ടൈമിലൊക്കെ നിങ്ങളത് യൂട്ടിലൈസ് ചെയ്ത് നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ വാട്സപ്പ് നമ്പറും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ഡയറക്റ്റ് എന്നോട് ചോദിക്കണമെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾ ചോദിക്കുക. മാർക്കറ്റ് അവറിലാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി. മാർക്കറ്റ് അവറിൽ ഞാൻ വാട്സപ്പ് നോക്കാറില്ല, ചാനലിൽ മാത്രം നോക്കുകയുള്ളൂ, പിന്നെ ചാർട്ടിൽ നോക്കാറുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള അർജൻറ്റായിട്ടുള്ള ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ചാനലിൽ തന്നെ ചോദിച്ചാൽ ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിട്ട് നിങ്ങൾക്ക് റിപ്ലൈ ചെയ്ത് തരും. ഓക്കെ ഫൈൻ. അപ്പം അത്രേ ഉള്ളൂ. മാർക്കറ്റ് കണ്ടീഷൻ കഴിഞ്ഞു. ഫൈൻ. പിന്നെ അടുത്ത ദിവസത്തിൽ എന്താണ് പരിപാടി, മാർക്കറ്റിന് എന്താണ് മാർക്കറ്റിൻ്റെ പുറപ്പാട് അല്ലേ. സോ നമുക്ക് നേരെ 1 അവറിലേക്ക് പോവാം. സോ പ്ലാൻ എന്താണ്, ഫസ്റ്റ് കണ്ടീഷൻ ഈ ലെവലാണ്. യെസ്, ഫസ്റ്റ് കണ്ടീഷൻ ഈ ലെവലാണ്. ഈ റെഡ് ലൈൻ നിങ്ങൾ മാർക്ക് ചെയ്യാം. സോ ഈ ഹൈനെ മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ ഈ പ്രൈസ് കിട്ടാം. യെസ്, ഈ പ്രൈസ്, ഈ പ്രൈസിനെ മാർക്കറ്റ് ക്രോസ് ചെയ്യുകയാണെങ്കിൽ മാത്രം നിങ്ങൾ ഫൈൻ മേളിലേക്ക് നോക്കാം.
അല്ലെങ്കിൽ എന്ത് ചെയ്യാം, രാവിലെ നമുക്ക് അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് രാവിലെ നിങ്ങൾക്ക് 1 മിനിറ്റിൻ്റെ ട്രേഡ്സ് നോക്കാം. സോ നല്ലൊരു റിവേഴ്സൽ സോണാണ്. നിങ്ങൾ നോക്കിക്കേ, ആ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ഇംബാലൻസ് ഉണ്ട്, നമ്മൾ ഇന്ന് കണ്ടതാണ്. മാർക്കറ്റ് പല സ്ഥലത്ത് ഇംബാലൻസസ് ഉണ്ടാക്കിയിട്ട് മാർക്കറ്റ് എന്താ ചെയ്യണമെന്നുള്ളത് കണ്ടോ. ഇവിടെ ഇംബാലൻസ് ടേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് എഗെയിൻ ആ ഒരു ഡയറക്ഷനിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്ന കാണാം അല്ലേ. അപ്പോൾ ഇവിടെയും മാർക്കറ്റിലുള്ളത് ഒരു ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്. ഈ ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റിലേക്ക് മാർക്കറ്റ് വന്നിട്ടുള്ളത് കറക്റ്റീവ് ആയിട്ടാണ്. സോ ഇന്നത്തെ ഈ ഒരു മൂവ്മെൻറ്റ് നോക്കണ്ട, ഓവറോൾ നോക്കുമ്പോൾ മാർക്കറ്റ് കറക്റ്റീവ് ആണ്. ഇതാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. ഈ താഴേക്കുള്ളതാണ് ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. സോ മേളിലേക്കുള്ള കറക്റ്റീവ് ആണ്. സോ മാർക്കറ്റിന് മേളിലേക്ക് പോയില്ല എന്നല്ല ഞാൻ പറയണത്, നമുക്ക് ഇവിടെ എന്താണ് കൺഫർമേഷൻസിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ 1 മിനിറ്റിൽ നാളെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ സ്റ്റിൽ നമ്മൾ ഇന്ന് പറഞ്ഞ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ 1 മിനിറ്റിൽ ബ്രേക്ക് ഔട്ട് നോക്കാം. എക്സ്ട്രീമിലേക്ക് എപ്പോഴും നോക്കാം കേട്ടോ, എക്സ്ട്രീമിലേക്ക് നോക്കാം. അതേപോലെ 3 മിനിറ്റ് ആണെങ്കിൽ നിങ്ങൾ 3 മിനിറ്റിൻ്റെ ഡയറക്ഷൻ ഇത് മാർക്ക് ചെയ്യുക. ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നു, ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. ലോ എവിടെയാണ്? ഇതാണ് ലോ. ഫൈൻ. അപ്പോൾ നിങ്ങൾ അങ്ങനെ നോക്കി പോവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് കിട്ടും. എന്നിട്ട് ബ്രേക്ക് ഔട്ട് നോക്കുന്ന ആളുകൾ ഈ ഒരു ലെവലിൽ നോക്കാം കേട്ടോ. ഈ ഒരു ഡെയിലി ഉള്ള ഈ ഒരു മേജർ ആയിട്ടുള്ള ഈ നമ്മുടെ സോണിൻ്റെ കാര്യം മറക്കണ്ട. ഒരു സോൺ നോക്കാം. ഇനിയും മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് പോകാനാണ് ആളുടെ പരിപാടിയെങ്കിൽ ഈ പറയുന്ന ലെവലിനെ ക്രോസ് ചെയ്ത് മാർക്കറ്റ് പോകും. മനസ്സിലായോ? അപ്പോൾ നിഫ്റ്റി ഓൾറെഡി ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റി എന്ത് ചെയ്തിട്ടില്ല? ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇനി ബ്രേക്ക് ചെയ്യും അതെനിക്കറിയില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ പിന്നെ ഞാൻ ആരായനെ അല്ലേ. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് മാർക്കറ്റ് അങ്ങോട്ട് എത്തുമ്പോൾ നോക്കാം. കറൻ്റ്ലി എനിക്ക് ഇത്രയും ലിക്വിഡിറ്റി ഒക്കെ ബിൽഡ് ചെയ്തത് കൊണ്ട് തന്നെ അതേപോലെ വീക്കിലി മാർക്കറ്റ് താഴെ കിടക്കുന്നത് കൊണ്ടും കറൻ്റ്ലി മാർക്കറ്റ് ഇവിടെ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് മാർക്കറ്റിൽ ഈ ഒരു കണ്ടീഷൻ ഉള്ളതുകൊണ്ട്, ഈ ഒരു ക്യാൻഡിൽ ഉള്ളതുകൊണ്ടും ഇത്ര ഇമ്പൾസീവ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ടും ഇവിടെ എനിക്ക് ഓൾ ടൈം ഹൈയിലേക്ക് മാർക്കറ്റ് പോകുമെന്നുള്ളത് പേഴ്സണലി എനിക്കിപ്പോൾ അറിയില്ല. നമുക്ക് ഇവിടെ നിന്ന് മാർക്കറ്റ് ഇനി കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രം മേളിലേക്ക് നോക്കാനുള്ളൂ. അല്ലെങ്കിൽ മാർക്കറ്റേക്ക് ഈ ഒരു സോണിൽ നിന്നും ചെറിയൊരു റീട്രേസ്മെൻറ്റ് തരാനുള്ള ചെറിയൊരു റീട്രേസ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ചെറിയൊരു റീട്രേസ്മെൻറ്റ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യാം. 15 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇന്ന് നാളെ അവിടെ നിന്ന് റിവേഴ്സൽ രാവിലെ തന്നു കഴിഞ്ഞാൽ ഈ ടോട്ടലി വന്നിട്ടുള്ള മൊമെൻറ്റത്തിൻ്റെ 50%ലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യാം. സോ ഈ ലെവൽസ് ഞാൻ മാറ്റാണ്, ഇന്നത്തെ ലെവൽസ് ഞാൻ മാറ്റാണ്. നിങ്ങൾക്ക് പുതിയ ലെവൽസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് മാറ്റാണ്. ഇത് ഞാൻ മാറ്റാണ്. സോ ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ടോട്ടലി വന്നിരിക്കുന്ന ഈ മൊമെൻറ്റിൻ്റെ 50%ലേക്ക് മാർക്കറ്റ് വരാൻ പോസിബിലിറ്റി ഉണ്ടോ? യെസ്. അപ്പോൾ ഈ ഒരു റേഞ്ചിലേക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ത്രൂ ഔട്ട് നോക്കാനല്ല, അതിനിടയിൽ ട്രെൻഡ് റിവേഴ്സൽ വന്ന മേളിലേക്ക് തന്നെ നോക്കാം. അതിനുള്ളിൽ ഇവിടെ ഒരു റിവേഴ്സൽ കിട്ടിയാൽ നിങ്ങളിത് എക്സ്പെക്ട് ചെയ്തിട്ടൊരു ട്രേഡ് പ്ലാൻ നോക്കാം. ഓക്കെ, ഫൈൻ. സോ എല്ലാവരും നോക്കാം. അതേപോലെ 1 മിനിറ്റിൻ്റെ സിനാരിയോ എടുത്ത് നോക്കുകയാണെങ്കിൽ കറൻ്റ്ലി മാർക്കറ്റ് എന്ത് ചെയ്തേക്കാം, ഇതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് നോക്കാം കേട്ടോ. ഏത് ഈ പറയുന്ന ആളായിട്ട് കോർഡിനേറ്റ് ചെയ്ത് വേണം കേട്ടോ നോക്കാൻ. യെസ്. ഇവിടെ ഈ പറയണ 1 മിനിറ്റിലൂടെ എന്താ സംഭവിച്ചത്? ഇവിടെ ബ്രേക്ക് നടന്നിട്ടില്ല, അക്സെപ്റ്റ് ചെയ്തിട്ടുള്ളൂ, ഗ്രാബ് ചെയ്തിട്ടുള്ളൂ. യെസ്. സോ അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സിറ്റുവേഷൻ കുറച്ച് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, യെസ്, ഇവിടെ വന്നു മാർക്കറ്റ്, ഇവിടെ ബ്രേക്ക് ചെയ്തു അല്ലേ. ഇവിടെ ഒരു ചേഞ്ച് തന്നിട്ട് മാർക്കറ്റ് എഗെയിൻ ഒരു ചേഞ്ച് മേളിലേക്ക് തന്നിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. 50 മിനിറ്റിൻ്റെ കണ്ടീഷനാണ്. സോ ത്രൂ ഔട്ട് മാർക്കറ്റ് മേളിലേക്കാണ് പോയിട്ടുള്ളത്. സെഗെയിൻ മാർക്കറ്റ് ഇവിടെ ഇൻറ്റേർണലി ആണ്, കുറച്ചും കൂടെ ഡീറ്റെയിലൊക്കെ ഇൻറ്റേർണലി ഉള്ള മൂവ്മെൻ്റ് ആണ് നമുക്കിവിടെ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാം. സോ മേജറായിട്ട് നിങ്ങൾക്കൊരു ലെവലായിട്ട് നോക്കാൻ പറ്റുക നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ ഒരു ലെവൽ നിങ്ങൾക്ക് നോക്കാം. ഒരു റിവേഴ്സൽ നിങ്ങൾക്ക് നോക്കാനാണ് എങ്കിൽ, താഴേക്ക് പോകുന്ന കണ്ടീഷൻ നിങ്ങൾക്ക് നോക്കാനാണെങ്കിൽ കറൻ്റ്ലി മാർക്കറ്റ് ഇതാണ് ലെവൽ. ഓക്കെ. സോ നാളെ മാർക്കറ്റ് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിൽ ഇവിടെ ഓപ്പൺ ചെയ്തൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ വന്നിട്ട് മാർക്കറ്റ് എന്താണ് ഇത് ബ്രേക്ക് ചെയ്തിട്ടില്ല. സോ അതിൻ്റെ മേജർ ആയിട്ടുള്ളൊരു ലെവൽ എന്ന് പറയുന്നത് ഇപ്പം ഇത് ക്രോസ് ചെയ്താൽ മാത്രമേ നിങ്ങൾ താഴേക്ക് പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ. സോ നാളെ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ചിലപ്പോൾ മാർക്കറ്റ് എന്ത് ചെയ്യാം, ഈ പറയുന്ന രീതിയിൽ വന്ന് ഇവിടെ നിന്നൊരു ഇമ്പൾസീവ് മൂവ് മാർക്കറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. മനസ്സിലായോ? സോ അതൊക്കെ മൈൻഡിൽ വെച്ചേക്കാം. നാളത്തെ അപ്ഡേറ്റ്സ് ഓൺ ടൈമിൽ ഞാൻ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പം നിങ്ങൾ നോക്കാം ചേഞ്ചസ് ഉണ്ടെങ്കിൽ. ഇപ്പോഴത്തെ സിനാരിയോയിൽ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിൽ ബെയറിഷ് ആയിട്ടാണ് ബുള്ളിഷ് ആയിട്ടാണ് മാർക്കറ്റ് കറൻ്റ്ലി 1 മിനിറ്റിൽ നിൽക്കുന്നത്.
സ്ട്രക്ചർ നോക്കാന്നുണ്ടെങ്കിൽ ഇതാണ് ഒരു ബ്രേക്ക് ഔട്ടായിട്ട് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും, ഇതാണ് ലോ ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. സോ എഗെയിൻ ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തരാത്തടത്തോളം നമുക്ക് ഈ ഒരു ലോ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും നാളെ നമുക്ക് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം. ബാക്കി ഇനി കുറച്ച് പണി അധികം ഉണ്ട് അല്ലേ, മാർക്കറ്റ് ഇങ്ങനെ മൂവ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താണ് സ്റ്റോക്സിൻ്റെ കണ്ടീഷൻസ് ഒക്കെ നോക്കണം, അല്ലാതെ നമുക്കൊന്നും പറയാൻ വേണ്ടിയിട്ട് പറ്റില്ല. കറണ്ടിൽ എന്താണ് കണ്ടീഷൻ, HDFC, ആക്സിസ്, ICIC എല്ലാവരും നോക്കുക, ഞാൻ മാത്രമല്ല. ഞാൻ എന്നിട്ട് ചാനലിൽ അപ്ഡേറ്റ് ചെയ്യാം കറണ്ടിൽ HDFC, ICICയുടെ കണ്ടീഷൻ എന്താണെന്നുള്ളത്. അവരുടെ ഒരു പ്ലാനും കൂടി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് എങ്ങോട്ട് പോകും എന്നുള്ള കാര്യത്തിലൊരു തീരുമാനമാക്കാം. മനസ്സിലായോ? പ്ലാൻ മറക്കണ്ട, പ്ലാൻ ഇവിടെയാണ്. സോ ഇവിടുന്ന് മാർക്കറ്റ് എന്തൊക്കെ ചെയ്യുന്നുള്ളത് പ്ലാൻ ചെയ്ത് നോക്കാം, ലെവൽസ് പ്ലോട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ. ഇനി അധികം കഥകൾ പറഞ്ഞ് വായിച്ചു കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ വെബിനാറിൻ്റെ കാര്യം മറക്കണ്ട, സൺഡേ ആണ് വെബിനാർ. കുറേ ഡൗട്ട്സ് ഉണ്ടെന്ന് എനിക്കറിയാം. ഡൗട്ട് ഉള്ളവർ നോട്ട് ചെയ്ത് നോക്കുക. സൺഡേ നമുക്ക് ഡൗട്ട് കാര്യങ്ങൾ തീർക്കാം. അതേപോലെ ഇപ്പോൾ നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാവും. ഒരു 3 മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വെബിനാർ ആയിരിക്കും ഉണ്ടാവുക. അതെന്തായാലും നിങ്ങൾക്ക് അതിൻ്റെ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ടോപ്പിക്സ് കാര്യങ്ങൾ കവർ ചെയ്യാം. എങ്ങനെയാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളൊരു കംപ്ലീറ്റ് സെക്ഷൻ നമ്മളതിൽ കവർ ചെയ്യുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, എല്ലാവരും ജോയിൻ ചെയ്യാം. സോ പ്ലാൻസ് ഒക്കെ നോക്കിയിട്ട് നാളെ കാണാം. ഇറ്റ്സ് മീ അഭിജിത്ത്, സൈനിങ് ഓഫ്.